10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്ന ഇരിങ്ങാലക്കുട എടക്കുളം സ്വദേശി ഇന്ന് നാട്ടിലെത്തും. പൂമംഗലം പഞ്ചായത്തിലെ കുണ്ടൂർ വീട്ടിൽ 49 വയസ്സുള്ള ദിനേശാണ് നാട്ടിൽ വരാൻ സാധിക്കാതെ വിദേശത്ത് ദുരിതക്കയത്തിൽ അകപ്പെട്ടത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരക്കടിപ്പിക്കാൻ 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കെണിയിൽ പെടുകയും ചെയ്തു. ഭാര്യ അനിതയുടെയും കുടുംബത്തിന്റെയും ജീവിതവും കണ്ണീർ കടലിലായി. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും കുടുംബ സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് വിഷയം നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ വിപിൻ പാറമേക്കാട്ടിലിന് മുന്നിലേക്ക് ഉണ്ണി പൂമംഗലം എന്ന വ്യക്തി മുഖേന എത്തുന്നത്. ഇതോടെ ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി വിപിൻ നടത്തിയ ഇടപാടുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു. കൂടാതെ കോട്ടയം സ്വദേശിയായ ഷിജു ജോസഫ്, സാമുവേൽ ജെറോം എന്നിവരുടെ ഇടപെടലും ദിനേശിന് നാട്ടിലെത്താനുള്ള വഴിയൊരുക്കി. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ദിനേശ് യമനിൽ നിന്നും നാട്ടിലേക്ക് വിമാനം കയറി. അച്ഛനെ കണ്ട ഓർമ്മയില്ലാത്ത 10 വയസ്സുകാരൻ സായ് കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും കാത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ. വാട്സാപ്പിലാണ് സംസാരിക്കേണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയാ, കയ്യില് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ജോലിയും കാര്യങ്ങളൊക്കെ അവിടെ വളരെ കുറവായിരുന്നു. തൊഴിലാളികളുടെ പോലെ അങ്ങനെയൊക്കെയാ നിന്നുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാനായിട്ട് നമ്മളിവിടുന്ന് കുറെ ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ പോയി സംസാരിച്ചു. പക്ഷെ അപ്പോഴൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ എടക്കുളത്തെ ഉണ്ണി പൂമംഗലം എന്ന് പറയുന്ന ആ ചേട്ടനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് പറഞ്ഞത് എടക്കുളത്ത് വിപിൻ സാർ എന്ന് പറയുന്ന സാറുണ്ട്, അപ്പോൾ ആളുടെ അടുത്ത് കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും ഒക്കെ പറഞ്ഞു. നമ്മള് ആളെ കോണ്ടാക്ട് ചെയ്തു. ആള് എല്ലാ കാര്യങ്ങളും ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് ദിനേശിന്റെ കുടുംബം മാത്രമല്ല, ഞങ്ങള് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം 10 വർഷം മുമ്പ് അവരുടെ കുടുംബത്തെ സേവിക്കാനായിട്ട് നാട് വിട്ടുപോയ ശ്രീ ദിനേശൻ അവിടെ യുദ്ധത്തിൽ പെട്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു. യുദ്ധക്കെടുതികൾ നമ്മളധികം കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹം അത് ഒരുപാട് അനുഭവിച്ചു. ഒരു പ്രവാസി, ഒരു 19 കൊല്ലം പ്രവാസിയായിരുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മുടെ ഉണ്ണി പൂമംഗലം ഇതെന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വിഷയം ഏറ്റെടുക്കുകയും അതിനായിട്ട് എല്ലാ പരിശ്രമവും തുടങ്ങിയത്. സത്യം പറഞ്ഞ 6 മാസം മുമ്പ് 21 ഓഗസ്റ്റിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതിനു വേണ്ടി ഒരു കത്തയച്ചു, ഇമെയിൽ അയച്ചു. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടായി. അവിടുത്തെ മലയാളി ഫെഡറേഷൻ, വേൾഡ് മലയാളി ഫെഡറേഷൻ അവിടുത്തെ ഞങ്ങളെ സഹായിച്ചു ഫൈനിന് വേണ്ടിയിട്ട്. Yemen, and this is our dear brother Dinesh, who had been here for more than 10 years. He had been without visa, but through the help of the Indian Embassy, through the help of WMF, our brother Shiju is here, who had helped him. And there is a dear brother from Vipin from India. We had been able to send him home. Now today he is here in the airport, and now he is ready to travel. I just want to thank everyone who had been helpful in this, so enable brother Dinesh to travel.